ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും അതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ജെം സ്റ്റോണിൻ്റെ ഒരു 2K ക്വാളിറ്റിയിലുള്ള ഒരു QLED ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വരുന്ന ബേസിക് കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 GB റാമും അതുപോലെ തന്നെ 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇതിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളിതിൻ്റെ ഒരു ഗുഡ് ആൻഡ് ബാഡ് തിങ്സ് എല്ലാം പറയുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സംഭവം ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ കാർ സ്റ്റീരിയോ ഇതിനകത്ത് ഉണ്ടായിരുന്നത് കമ്പനി തന്നിട്ടുള്ള ഒരു മോഡലായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാനത് കാണിച്ചു തരാം, അഴിച്ചു വെച്ചിട്ടുണ്ട്. ആ സംഭവം കാണിച്ചു തരാം എങ്ങനെയുള്ളതാണ്. അത് ആക്ച്വലി ടച്ച് സ്ക്രീനാണ്. അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് വയർലെസ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കേബിള് കണക്ട് ചെയ്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കണം അതിനകത്ത്, ആ ഒരു കാർപ്ലേ സംഭവങ്ങളൊക്കെ അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഇഷ്യൂ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ വഴിയിലിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള റേഡിയോ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മ്യൂസിക് കേൾക്കാം, പെൻ ഡ്രൈവിൽ നിന്ന് കേൾക്കാം. അത്രയും അതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ അതൊരു കുറവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ കാർ ആക്ച്വലി എടുത്തിട്ട് ഏകദേശം 3 കൊല്ലമായി. അപ്പോൾ ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടികൾക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമേ ചെയ്യായിരുന്നു, കാരണം ഇതിനകത്ത് വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എന്നിട്ട് നല്ലൊരു സേഫ് സോണിന് വേണ്ടിയിട്ട് വാറണ്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റും കാര്യങ്ങളും അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ ഈ സെറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ അടിപൊളി ലുക്ക് ആൻഡ് ഫീലാണ്. 2 ബട്ടൺ നോബ് കൊടുത്തിട്ടുണ്ട്. ബട്ടൺ നോബാണ് ആക്ച്വലി. ഇതിനകത്ത് തിരിക്കാനും പറ്റും, അതുപോലെ തന്നെ ഇതിനകത്ത് ബട്ടണും വരുന്നുണ്ട്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ വോളിയം ആണ്, ഇത് തിരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രീവിയസ്, ഇതിലെ പോസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സജ്ജീകരണം വരുന്നത്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് കണ്ടോ നിങ്ങൾ? ഈ ഇൻ്റർഫേസിൽ ഇവിടെ നമുക്ക് സ്പീഡ്, വണ്ടിയുടെ കറണ്ട് സ്പീഡ്, നമ്മുടെ ഇതിൽ കാണിക്കുന്ന ആ സ്പീഡ് ഇതിലോട്ട് വരും. പക്ഷേ ആക്ച്വലി ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് GPS കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്പീഡിൻ്റെ സംഭവം വരുന്നുള്ളൂ. അതായത് നമ്മൾ കാർപ്ലേ കണക്ട് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ആ സ്പീഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. മേ ബി ഇനി ക്യാൻവാസിൽ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഫോർ ദ മൊമെൻറ്റ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് മ്യൂസിക് പ്ലേ ചെയ്യാം, നാവിഗേഷൻ, ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫോൺ കോളിങ്. ഇതാണ് നമ്മുടെ ഒരു ഹോം പേജിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിത് വീട്ടിലാണ്, അപ്പോൾ നമുക്ക് വീട്ടിലെ വൈഫൈ ഇതിനകത്തോട്ട് ഓക്കെ, കണക്ഷനൊക്കെ വളരെ ഫാസ്റ്റാണ്, ഒരു ലാഗും ഇല്ല. ഇതിനകത്ത് ഇതാണ് അതിൻ്റെ മെനു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ്, ഓക്സ്, ബ്ലൂടൂത്ത് മ്യൂസിക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, കാർ ഇൻഫോ. ഈ കാർ ഇൻഫോ എന്ന് പറയുന്നത് കണ്ടില്ലേ, കാറിൻ്റെ ജനറൽ ഇൻഫർമേഷനും കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. ഈ ഇലക്ട്രിക് എന്ന് പറഞ്ഞുള്ള സംഭവം ജസ്റ്റ് ഇലക്ട്രിക് കാറുകൾക്ക്, ഹൈബ്രിഡ് കാറുകൾക്കൊക്കെയാണ് ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർക്ക് ആവുള്ളൂ. ബട്ട് ദ ഫീച്ചർ ഈസ് ഹിയർ. കീ, ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഇവിടെ ഒന്നും കാണാനില്ല ആക്ച്വലി. ജനറൽ സെറ്റിങ്സിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ ലാമ്പ് ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന് താഴെ ബൈ ഡിഫോൾട്ട് കമ്പനി തന്നെ ഒരു എന്താ പറയുക, ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പല കളറിൽ കത്തുന്നത്. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. AC-യുടെ ടെമ്പറേച്ചർ യൂണിറ്റും മെഷർ യൂണിറ്റും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ വരുന്ന സമയത്ത് സം അപ്ഗ്രേഡ് മോഡും ലാംഗ്വേജ് സെറ്റിങ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കാർ സെറ്റിങ്സിൽ വരുന്നത്. ഈ കാർ സെറ്റിങ്സിലോട്ട് വരാം. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇവർ തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ ഓണാക്കണം, ഓഫാക്കണം, റിവേഴ്സ് മിറർ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ, റേഡിയോ റീജൺ, സിസ്റ്റം ഇൻഫർമേഷൻ, ഫാക്ടറി സെറ്റ്, ഫാക്ടറി സെറ്റിങ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
ദെൻ ഇതൊരു ബേസിക്കലി DSP ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ DSP നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഈക്വലൈസറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ് മ്യൂസിക് കേൾക്കാൻ, ഒന്നും പറയാനില്ല. ദെൻ ബാക്ക് ടു മെനു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ, ഇതിലത്തെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ദെൻ ഗൂഗിൾ ക്രോം ഉണ്ട്, നമുക്ക് ക്രോം ബ്രൗസ് ചെയ്യാം. ഐ ഡോണ്ട് നോ ആരെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ഇരുന്ന് ബ്രൗസ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ നമുക്കിതിനകത്ത് ബ്രൗസ് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പോൾ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബ്രൗസ് ചെയ്ത് കാണാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻബിൽട്ട് യൂട്യൂബ് ആപ്പും വരുന്നുണ്ട്, അതുപോലെ ഹോട്ട്സ്റ്റാർ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഡിസ്കോഡ് അങ്ങനെയുള്ള പല ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ട്രാവലിങ്ങിലാണ്, ഒഫീഷ്യൽ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഡിസ്കോഡ് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഡിസ്കോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസ്കോഡ് അല്ലാതെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഹാവ് മീറ്റിങ്സ്, കോൾ ഷെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. ദെൻ നമുക്ക് നെറ്റ്ഫ്ലിക്സ് കാണാം. ഓക്കെ, ദെൻ ഗൂഗിൾ മാപ്പ് ഇൻബിൽട്ട് തന്നെ വരുന്നുണ്ട്, പക്ഷേ നെറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ മാപ്പ് ലോഡ് ആവത്തുള്ളൂ. ദെൻ ഗൂഗിൾ മീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ പ്ലേ സ്റ്റോർ ഉണ്ട്, അവിടെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ പ്രൈം വീഡിയോ, നമുക്ക് പ്രൈം വീഡിയോയിൽ കയറി നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അത് കാണാൻ ആരും പ്രേരിപ്പിക്കുന്നില്ല, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇത് യൂസ്ഫുള്ളാണ്, ഇത്തരത്തിലുള്ള വീഡിയോ ആപ്സൊക്കെ യൂസ്ഫുള്ളാണ്. ദെൻ നെറ്റ്ഫ്ലിക്സ്, ഫോൺ, പിന്നെ വരുന്നത് യെസ് സ്റ്റിയറിംഗ് വീല്, ദെൻ ക്വിക്ക് പിക്ക് ആക്ച്വലി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പിക്സും കാര്യങ്ങളൊക്കെ, അതായത് നമ്മളിപ്പോൾ ഇത് 360 സപ്പോർട്ട് ചെയ്യണ ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾ 360 ക്യാമറ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. 360 ക്യാമറ ചെയ്യണ സമയത്ത് നമുക്ക് അതിൽ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്ചർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാനത് ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും. ദെൻ നമുക്കിതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, പല രീതിയിൽ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട് ഇതിനകത്ത്, ഉണ്ടോ? നല്ല വെറൈറ്റി സ്റ്റൈലുകളൊക്കെ ഉണ്ട്. ഒന്നുകൂടി എടുക്കാത്, ടച്ച് ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റൈലുകളുണ്ട്. നമുക്ക് ഏത് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ഇതിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റൈലാണ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മേ ബി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, കിടുകൻ ഒരു എന്താ പറയുക UI ആണ് കാണാനുള്ളത്. അപ്പോൾ ഈ സ്പീഡിൻ്റെ കാര്യം ഞാൻ അടുത്ത് പറയുകയാണ്, ഇത് ക്യാൻവസ് വഴി കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു ഇൻഫർമേഷൻ അല്ല, ഒബ്വിയസ്ലി അത് GPS വഴിയാണ് വരുന്നത്. ദെൻ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ആപ്പ് ഇൻ്റർഫേസിലോട്ട് വരികയാണ്. അപ്പോൾ ഈ ആപ്പ് ഇൻ്റർഫേസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ സേവർ ഇങ്ങനെ ആക്കി വയ്ക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ആക്ച്വലി അത് ഞാൻ ഇത്ര ദിവസം ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു 1 വീക്കായി. അപ്പോൾ ഇത്ര ദിവസം നോക്കിയിട്ടും ഈ സ്ക്രീൻ സേവർ ബൈ ഡിഫോൾട്ട് വന്നിട്ടില്ല. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ വെക്കുന്നുണ്ടാവും, അപ്പോൾ അതുകൊണ്ടായിരിക്കാം വരാത്തത്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ വരും, നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. പിന്നെ ഈ ടൂൾ ബോക്സാണ്. ടൂൾ ബോക്സ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് എന്താ പറയുക ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ GPS മോണിറ്റർ, നമുക്കിപ്പോൾ കറണ്ട്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഇപ്പുറത്തോട്ട് വരുമ്പോൾ വീഡിയോ പ്ലെയർ, നമുക്ക് പെൻഡ്രൈവ് ഇപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ സ്റ്റോക്ക് പെൻഡ്രൈവിൻ്റെ സംഭവം സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇവിടെ ഇതിനകത്തൊരു 2 കേബിൾ വന്ന് എടുപ്പുണ്ട്, കണ്ടില്ലേ, ഇത്തരത്തിൽ 2 കേബിൾ വന്ന് എടുപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള സംഭവങ്ങൾ ഈ വീഡിയോ ആപ്പിനകത്ത് നമുക്ക് കിട്ടും. ദെൻ വാൾപേപ്പർ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ഇമേജസ് ഉണ്ട്. ദെൻ പാറ്റേൺസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ബൈ ഡീഫോൾട്ട് ഉള്ളതാണ് കേട്ടോ, അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയ വാൾപേപ്പർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത സംഭവമാണ് വയർലെസ് കാർപ്ലേ. അതിനാണ് ഈ സംഭവം ഉള്ളത്. ഇതിപ്പോൾ ഓൾറെഡി വയർലെസ് കാർപ്ലേ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. കണ്ടില്ലേ, ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ടീംസ് വരുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് സ്ക്രീൻ ഷെയറിങ്ങോ കാര്യങ്ങളോ അങ്ങനെയുള്ള അതായത് അവരിപ്പോൾ ഒരു സംഭവം പ്രസൻറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതെന്ന് സംഭവിച്ചത് എക്കോസ്പോർട്ടിൻ്റെ ഒരു ഫീച്ചറാണ്. ആക്ച്വലി ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഓഫായി പോകും. ആ മൂലയ്ക്കൊരു സാധനം ഇരിക്കണുണ്ടോ, ഇതിൻ്റെ GPS ട്രാക്കർ.
വണ്ടിക്കകത്ത് കമ്പനി ഒരു GPS ട്രാക്കർ ആക്ച്വലി കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് ഇതിനകത്ത് കോമ്പാറ്റബിൾ അല്ല. ദെൻ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ AC യുടെ കൺട്രോളുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. AC ഓൺ ആയി കഴിഞ്ഞാൽ AC യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. വേണ്ടില്ല, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ഏത് മോഡിലാണ്, എന്താണ് സംഭവം, ഇപ്പോൾ AC ഓൺ ഓഫ്, അങ്ങനെ ഇവിടെ ഈ താഴെ വരുന്ന കൺട്രോളിലുള്ള എല്ലാ സംഭവങ്ങളും അതിവിടെ കാണിക്കും. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഇത് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ അത് കാണിക്കുള്ളൂ. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായിട്ടുള്ള ഒരു മോഡിൽ കാണിക്കും. കംപ്ലീറ്റ്ലി ഓഫാണ്, ഇവിടെ 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ബഗ്ഗാണിത് ആക്ച്വലി. ഇത് കണ്ടില്ലേ 4 കിലോമീറ്റർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ അതിപ്പോൾ ആൻഡ്രോയിഡോട്ട് കണക്ട് ആയി, അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ആ സംഭവം വരുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു ബഗ്ഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിനകത്ത് അഡീഷണലി നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, FM ഒക്കെ ഇതിനകത്ത് ആക്സസിബിൾ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കണ്ടോ, ഈ സംഭവമാണ് FM. ഇതിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് FM-ൻ്റെ സംഭവങ്ങൾ വരും. ഓക്കെ, ഇപ്പോൾ ഞാനത് ഓഫ് ചെയ്യാൻ പോവാണ്. മ്യൂട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, പല FM സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ കമ്പനി സ്റ്റീരിയോ തന്നെക്കാളും നമുക്കൊരു കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ടുള്ളൊരു വ്യൂവും ഒരു യൂസർ ഇൻ്റർഫേസൊക്കെയാണ് നമ്മളൊരു എക്സ്റ്റേണൽ സ്റ്റീരിയോ വെക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളി ആയിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടോ ഇൻബിൽട്ട് മൈക്കും റീസെറ്റ് ബട്ടണും വരുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് പേഴ്സണലി. കാരണം സ്റ്റോക്ക് കമ്പനി തരുന്ന ഒരു മൈക്കിൻ്റെ ക്വാളിറ്റിയുടെ ഒരു 1/3 പോലും ഈ സ്റ്റീരിയോയിൽ വരുന്ന ഇതിനകത്ത് ഇല്ല. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇതൊരു ഡീസൽ വാഹനമാണ്. അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വൈബ്രേഷൻ ബോഡിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻറ്റേർണൽ മൈക്ക് ആ വൈബ്രേഷൻസ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത് നമ്മളൊരു കോള് വരികയാണെന്നുണ്ടെങ്കിൽ ആ കോളിലൂടെ അത് അങ്ങേ തലക്കിരിക്കുന്ന ആൾക്ക് അത് മാത്രമേ കേൾക്കുള്ളൂ. നമ്മൾ പറയുന്നത് വളരെ നേരത്തെ ഇതിലാണ് കേൾക്കുക. ഇത്തരത്തിലുള്ളൊരു എക്സ്റ്റേണൽ മൈക്ക് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നോ യൂസ്. കാരണം ഈ സ്റ്റീരിയോ ഈ മൈക്കിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ഒരു നമ്പർ 1 ഇഷ്യൂ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു അഡാപ്റ്റർ വേണം. ആ ഒരു അഡാപ്റ്റർ, ഈ മൈക്ക് ഇതിലോട്ട് പെയർ ചെയ്യാൻ പറ്റിയ ഒരു അഡാപ്റ്റർ വേണം. അഡാപ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഇഷ്യൂ മാറിയില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ നമുക്ക് കാണാം. അതിൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ക്യാമറയാണ് തരുന്നത്. പക്ഷേ ഇതിലൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം നിൽക്കണമുണ്ടോ, ഇത് ആകാശത്തോട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമാണ് എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയത്. അതിവിടെ ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, നമുക്കിതിവിടെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. പക്ഷേ അത് 0-ലെത്തി. ഇതാണ് അതിൻ്റെ ഒരു പീക്ക്. ഇനി ഇത് വിട്ടിട്ട് പറ്റില്ല. ഇത് കണ്ടില്ലേ, ആകാശത്തോട്ട് എത്ര വേണമെങ്കിലും കാണിക്കാം. എന്തിനാണ് അതങ്ങനെ ചെയ്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. കണ്ടില്ലേ, 120, 130, 150 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആകാശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഒരു കോമഡി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. താഴോട്ടില്ല, പക്ഷേ അതിന് പകരം മുകളിലോട്ട് ഒരുപാട് അത് കൊടുത്തിട്ടുണ്ട് അവർ. കണ്ടില്ലേ, 0-ലെത്തി, അതവിടെ നിൽക്കുകയാണ്. ദെൻ പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി തന്നിട്ടുള്ള റിവേഴ്സ് ക്യാമറയിൽ അല്ലെങ്കിൽ റിവേഴ്സ് മോഡിൽ ഈ ഒരു സംഭവം ഏത് ഡയറക്ഷനിലായിട്ട് തിരിയണമെന്നുള്ള ഒരു ഇൻഫർമേഷൻ കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണ സമയത്ത് ഇത് തിരിയും. ഈ ഒരു എങ്ങോട്ടാണ് ഇത് തിരിയണമെന്നുള്ള ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കാണിച്ചു തരും. ആ സംഭവം ഇതിനകത്തില്ല. സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കിംഗ് ആണ്, അതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് നോക്കാം. ബ്രൈറ്റ്നസ് ഇപ്പോൾ എടുക്കുന്നത് വളരെ ലോ ആണ്. നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ് അങ്ങ് ഇടാം. ഇതാണ് ഫുൾ ബ്രൈറ്റ്നസ്. ദെൻ വൈഫൈ, കാർ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. എക്കോസ്പോർട്ടിനുള്ളൊരു സംഭവമാണ് അത്. ഒരു പവർ സേവിങ് മോഡിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ വൈഫൈ എപ്പോഴെപ്പോഴും കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം കൂടിയും എനിക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. കാരണം വൈഫൈ വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറി കണക്റ്റ് ആവേണ്ടതാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വീണ്ടും കയറി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ സംഭവം ഇപ്പോൾ ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. വൈഫൈക്ക് കുറച്ച് റേഞ്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കണക്റ്റ് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ഹോം വൈഫൈ ആണ് ഇപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളൊരു ഇഷ്യൂ ആണ്. നമ്മൾ നോർമലി ഫോണിലത്തെ വൈഫൈ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കണക്ട് ആവും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാണ് റേഞ്ച് വളരെ കുറവാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് വരാൻ പോകുന്നത്? നമ്മുടെ യൂട്യൂബിലോട്ട് തന്നെ വരാം. യൂട്യൂബ് എടുത്തു.
ഇപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെന്നു. അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരില്ല. നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത്തരത്തിൽ നമുക്ക് വരും. നമുക്ക് ഇത് ചെയ്യാം, വലുതാക്കാം. ഇത്രയും ക്വാളിറ്റി സംഭവം തരുന്നുണ്ട്. നോക്കി നോക്കി നിങ്ങൾ, കിടുക്കൻ ക്വാളിറ്റിയാണ് സംഭവം അല്ല. ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇപ്പോൾ ഇത് സൗണ്ട് കുറച്ച് വെച്ചേക്കാണ്. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഇനിയും പരിപാടികളുണ്ട്. ഇതിപ്പോൾ നമുക്ക് ക്വാളിറ്റി ഇത് കണ്ടില്ലേ, 360 ലോഡായിട്ടുള്ളൂ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസർ ലെവലിൽ സ്പെസിഫിക് റെസൊല്യൂഷനൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. 1080 വരേക്കും നമുക്കിത് യൂട്യൂബിൽ നിന്ന് ലോഡ് ചെയ്യിക്കാം. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളനുസരിച്ച് അത്രയും ക്വാളിറ്റിയിൽ ഈ സംഭവം നമുക്ക് ലോഡാവും. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വൈഫൈയുടെ ഒരു കവറേജിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയൊരു എന്താ പറയുക ക്വാളിറ്റി ഇഷ്യൂസും ചെറിയൊരു ലോഡ് ചെയ്യാൻ ലാഗിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെറ്റിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊരു മൊബൈലിൽ നിന്ന് ഇപ്പോൾ ടെതർ ചെയ്യുന്നൊരു സമയത്ത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്. ഇപ്പോൾ ജിയോ 5G ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ അടിപൊളി ക്വാളിറ്റിയിലാണ് സംഭവം മുഴുവൻ ലോഡാവുക. ഇതിപ്പോൾ ഇത്രയല്ല കാണുക, നമുക്ക് സൂം ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലായി നിൽക്കും. കണ്ടോ, ഈ ഒരു വീഡിയോ നമുക്കിതിനകത്ത് കാണുന്നത് ഫില്ലായിട്ട് നിൽക്കും. അടിപൊളിയായിട്ട് നമുക്ക് ഇത് കാണാം. ഇതിപ്പോൾ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ആണ് നമ്മൾ ആക്ച്വലി പ്ലേ ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4K, ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഫുൾ HDയിലാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4Kയിലുള്ള വേറെ ഏതെങ്കിലും സാമ്പിൾ വീഡിയോസൊക്കെ നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് പറ്റിയൊരു വീഡിയോ ആണ് കോസ്റ്റാറിക്ക എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഇത് ആക്ച്വലി 4Kയിലാണ്. അപ്പോൾ നമ്മുടെ ഒരു നെറ്റിൻ്റെ ഒരു സ്പീഡ് കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റ് ഒബ്വിയസ്ലി അതിനകത്ത് വരുന്നുണ്ട്. നമുക്കത് പ്രീമിയം മെമ്പർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കോസ്റ്റാറിക്കാൻ്റെ വീഡിയോ ആണ് ആക്ച്വലി. യെസ്, ഇപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനിലോട്ടാക്കി. അതിൻ്റെ ഒരു പിക്സൽ പോലും ഇല്ലാണ്ട് അടിപൊളിയായിട്ടാണ് സംഭവം കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വിഷ്വലി ഇത് സാധനം കാണുന്ന സമയത്ത് കിടുക്കൻ ബ്രൈറ്റ്നസ്സും കിടുക്കൻ ക്വാളിറ്റിയാണ് സംഭവത്തിന്. ഈവൺ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിപ്പോൾ ജസ്റ്റ് റിവേഴ്സിലോട്ട് പോകുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ സംഭവം ഓട്ടോമാറ്റിക്കലി റിവേഴ്സിൽ സ്വിച്ച് ആവും. ദെൻ തിരിച്ചു വരുന്ന സമയത്ത് അവൻ എവിടെയാണ് നിന്ന് അവിടുന്ന് സംഭവം തുടങ്ങും. നമുക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് വീണ്ടും പ്ലേ ചെയ്യാനോ വീണ്ടും കണക്ട് ചെയ്യാനോ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഈ AC കൺട്രോൾസ് മാത്രമല്ല, ഇതിനകത്ത് ഡോർ കൺട്രോളും എല്ലാ കാര്യങ്ങളും. പിന്നെ റൈറ്റിലെ ഡോർ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, അതുവരെ കറക്റ്റായിട്ട് കാണിക്കും. റൈറ്റിലെ ഡോറ്, ലെഫ്റ്റിലെ ഡോറ്, ബാക്കിലെ ഡോറ്, എല്ലാ ഡോറുകളും ഇതിൽ കണക്റ്റഡ് ആണ്. ബൂട്ട് സ്പേസ് വരെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതുവരെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അത് ഓപ്പൺ ആണെന്നുള്ളത്. അത് ഇതിൽ മാത്രമല്ല ആക്ച്വലി, അത് നമുക്ക് ഇവിടെ ആ ഒരു വാണിംഗ് കണ്ടില്ലേ, വെഹിക്കിൾ ഓണാണ്, ഡ്രൈവർ ഡോർ ഓപ്പൺ ആണ് എന്നുള്ളത് അത് ഇവിടെയും കാണിക്കും. അതേപോലെ തന്നെ അത് ഇവിടെയും കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാൻവസിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്ന കാർ സെറ്റിങ്സ് ഉണ്ടല്ലോ, ഈ കാർ സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ഈ ഒരു ഫാക്ടറി സെറ്റിങ്സ് വരും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇതിന് ചെറിയൊരു പാസ്വേഡ് ഉണ്ട്, 16 17 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് പാസ്വേഡ് വരുന്നത്. ഓക്കെ, 16 17 ആണ്. അപ്പോൾ അതിനകത്തോട്ട് ലോഗിനായി. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സ് വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ സെറ്റപ്പ് എങ്ങനെയാണ്, ടച്ചിൻ്റെ സെറ്റപ്പ്, പാനൽ ബട്ടൺ സെറ്റിങ്, ലോഗോ സെറ്റിങ്, ഡൈനാമിക് ലോഗോ സെറ്റിങ്, ഫാക്ടറിയിലോട്ട് റീസെറ്റ് ചെയ്യാം, ബാക്ക് കാർ സെറ്റിങ്. ഈ ബാക്ക് കാർ സെറ്റിങ്ങിലാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ട്രാക്ക്, അസിസ്റ്റ് ലൈൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ക്യാമറ ഏതാണ് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് കണ്ടില്ല. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് 1080 ഉള്ള ക്യാമറയാണ് റിയറിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ ക്യാമറ കണക്ട് ചെയ്യാം, അതേമാതിരി വേറെ 2 ക്യാമറയും കൂടി നമുക്ക് അഡീഷണലി കണക്ട് ചെയ്യാം. അത് ഈ 360 ഡിഗ്രി ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനുകളൊക്കെയാണത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ സെറ്റിങ്സ്, സ്റ്റിയറിംഗ് വീലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. റേഡിയോ സെറ്റിങ്സ്, റേഡിയോൻ്റെ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റൈൽ സെറ്റിങ്സ്, അതിന് വേറൊരു പാസ്വേഡ് വേണം ആക്ച്വലി, അതെന്താണെന്ന് എനിക്കറിയില്ല. ദെൻ അതർ മോഡ്യൂൾ സെറ്റിങ്സ്, ഇവിടെ വരുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. NFC, ബ്ലൂടൂത്ത്, ട്രാൻസ്മിഷൻ, നോ ഐഡിയ. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആക്ച്വലി എനിക്ക്.
അതുപോലെ തന്നെ USB-യുടെ സംഭവങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് ടേൺ ഓൺ ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ ക്യാൻ ടൈപ്പ് സെറ്റ്, അത് ആക്ച്വലി ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഹൈ വേൾഡിൻ്റെ ക്യാൻവസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹൈ വേൾഡ് സെലക്ട് ചെയ്യുമ്പോൾ ഫോർഡ് ബ്രാൻഡ് സെലക്ട് ചെയ്യുക, എക്കോസ്പോർട്ട് സെലക്ട് ചെയ്യുക, ദെൻ ഇയർ. ഇപ്പോൾ ഇതിനകത്ത് ഇത്ര ഇയറേ വരുന്നുള്ളൂ. ആക്ച്വലി 2021 മോഡലാണ്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെ ഇല്ലാത്തത്. മേ ബി അടുത്തൊരു ക്യാൻവസ് അപ്ഡേറ്റ് വരുന്ന സമയത്ത് മേ ബി അതൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ സോഫാർ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല ബ്രാൻഡുകൾ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത്രയും ബ്രാൻഡുകളിൽ ഈ ഹൈ വേൾഡിൻ്റെ ക്യാൻവസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ബാക്ക് ടു സെറ്റിങ്സ്. ദെൻ ഇവിടെ ലാംഗ്വേജ് സെറ്റിങ്സ്, റിമോട്ട് കൺട്രോൾ സെറ്റിങ്സ്, ഗെയിൻ സെറ്റിങ്സ്. ഇതൊക്കെ എന്താ സംഭവം എന്ന് അറിയില്ല. ആക്ച്വലി ഇതിൻ്റെ ട്യൂട്ടോറിയലോ കാര്യങ്ങളോ വളരെ ലിമിറ്റഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാൻവസ് സെറ്റിങ്സ്. അപ്പോൾ ഈ കാറിൻ്റെ സ്റ്റോക്ക് ക്യാമറ വരുന്നത് കണ്ടോ? സ്റ്റോക്ക് ക്യാമറ ഇത് കണ്ടോ? ഈ ആക്ച്വലി ഇതാണ് സ്റ്റോക്ക് ക്യാമറ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ക്യാമറ ഇതിനകത്ത് സപ്പോർട്ടീവ് അല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഈ സെൻസറിനോട് ചേർത്ത് അവിടെ ഒരു റിവേഴ്സ് ക്യാമറ വേറെ അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും 360 ചെയ്യുമ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ ക്യാമറ നമ്മളവിടെ ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ അതിൽ നിന്ന് കറൻ്റ് ഊരിയൊരു സെറ്റ് ഇതാണ് കേട്ടോ. ഉണ്ടല്ലേ, ഇത്തരത്തിലുള്ളൊരു സെറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ചെറിയൊരു സ്പീക്കർ മോഡ്യൂൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്പീക്കർ മോഡ്യൂൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോക്ക് സ്റ്റീരിയോ വരുന്നത്. ദെൻ അതിൻ്റെ ഒരു സ്റ്റീരിയോനെ കൺട്രോൾ ചെയ്യുന്ന മോഡ്യൂളാണിത്. അപ്പോൾ ഈ മോഡ്യൂളും നമ്മൾ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വയ്ക്കേണ്ട സംഭവമാണ്. ഇൻ കേസ് ആ സ്റ്റീരിയോന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ ഈ കപ്ലർ ഊരിയിട്ട് നേരെ ഇതിലോട്ട് കണക്ട് ചെയ്യുക, സാധനം ഇൻസ്റ്റാൾ ചെയ്യുക, പഴയ മോഡലായി വണ്ടി. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ കാറിൽ ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുക. വയർ കട്ടിംഗ് ഒന്നും വരുന്നില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും വാറണ്ടി കഴിഞ്ഞതിന് ശേഷം തന്നെ ചെയ്യുന്നതാണ് സേഫ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം വയർ കട്ട് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പോകാതിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാനുള്ളൂ. ഞാനിത് എവിടെ എങ്ങനെ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല അത്. ആക്ച്വലി ഈ ഒരു സ്റ്റീരിയോ വെച്ചപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഇതിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു.